നമ്മുടെ ഗിവ് അവേ കിട്ടിയതാർക്കാണ്. ഹലോ എവരിവൺ, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫി ടെക്നിക്കും പിന്നെ ഗിവ് അവേ വിന്നറിനെ കുറിച്ചാണ്. നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ, ക്യാമറ കയ്യിലുണ്ട് പക്ഷേ വൈഡ് പോരാ, അതായത് കുറച്ചുകൂടി വൈഡ് ലെൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ചിന്തിച്ച കുറേ ടൈംസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ചിലർക്കാണെങ്കിലും മൊബൈലിൽ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലല്ലോ ഇൻബിൽഡായിട്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിലും ഈ വീഡിയോ നന്നായി ഉപകാരപ്പെടും. ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏത് ലെൻസും നമുക്ക് വൈഡ് ആംഗിൾ ലെൻസ് ആക്കാൻ പറ്റും, എക്സ്ട്രാ ഒരു ചിലവില്ലാണ്ട്. ആകെ വേണ്ടത് നിങ്ങൾക്ക് രണ്ട് കാര്യമാണ്. ഒന്ന് ആ ഏരിയൻ്റെ മൾട്ടിപ്പിൾ ഫോട്ടോസും, രണ്ട് ലൈറ്റ് റൂമും. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സാധാ നമ്മുടെ പനോരമ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ പാൻ ചെയ്തിട്ട് എടുക്കുന്ന പനോരമ ഫോട്ടോസ്. രണ്ടാമത്തെ സ്ക്വയർ പനോരമ. അപ്പോൾ ഈ രണ്ട് ഫോട്ടോസ് നമ്മൾ വ്യത്യാസം എന്താണെന്ന്, നമ്മൾ സാധാരണ പനോരമ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 1, 2, 3, 4 ഫോട്ടോസ് എടുത്തിട്ട് അതെല്ലാം കൂടി മേർജ് ചെയ്തിട്ട് ഒറ്റ ഫോട്ടോ ആക്കും. സ്ക്വയർ പനോരമ എന്ന് പറഞ്ഞാൽ അതായത് 9, 10 സാധനത്തിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ സാധനം സെൻറ്റർ ആക്കിയിട്ട് നമ്മളതിൻ്റെ ലെഫ്റ്റ് അപ്പും ലെഫ്റ്റ് മിഡിൽ ലെഫ്റ്റ് ഡൗൺ അങ്ങനെ വെച്ചിട്ട് ഒരു 9 ഫോട്ടോ എടുക്കും. ആ ഫോട്ടോനെ മേർജ് ചെയ്തിട്ട് ഒരൊറ്റ ഫോട്ടോ ആക്കും. അതായത് നല്ല വൈഡായിരിക്കും ആ ഫോട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് മേർജ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാം. സിറ്റി സെൻറ്ററിൻ്റെ ഫോട്ടോ എടുത്ത പോലെ പനോരമിക് ആയിട്ടുള്ള ആദ്യം ഒരു ഫോട്ടോ നമുക്ക് മേർജ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡൽഹി പോയപ്പോൾ എടുത്ത ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഫോട്ടോ ഇത്. അപ്പോൾ ഞാനൊരു 5 ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം. ലൈക്ക് ഫോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പാൻ ചെയ്തുകൊണ്ട് ഞാൻ ഓരോ ഫോട്ടോ എടുത്തത്. അപ്പോൾ നമുക്കിനി ആദ്യം ഇതെല്ലാം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതാദ്യം ലൈറ്റ് റൂമിൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ അമർത്തിയിട്ട് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ മേർജ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കാണാം പനോരമ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. പനോരമ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാം. നല്ല അടിപൊളി സ്പീഡുള്ള സിസ്റ്റം ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്നാവും. ഇതിപ്പോൾ ഏകദേശം മേർജ് ആയിട്ടുണ്ട്. നമുക്കിതിൽ കാണാം പ്രൊജക്ഷൻസ്, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്ഫെറിക്കൽ, സിലിണ്ടറിക്കൽ, പെർസ്പെക്റ്റീവ്. ഗോപ്രോൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇത് സ്ഫെറിക്കൽ ആക്കുമ്പോൾ നമുക്കിനി പേഴ്സ്പെക്റ്റീവ് ആക്കി നോക്കാം. പേഴ്സ്പെക്റ്റീവ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ വിചാരിക്കും ഫോട്ടോൻ്റെ ഇത്രയും ഭാഗം പോയില്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ശരിക്കും ഈ ഭാഗം മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് മൾട്ടിപ്പിൾ ഫോട്ടോസ് മേർജ് ചെയ്യുന്നുണ്ട്, നമുക്കിതിൻ്റെ ക്വാളിറ്റി കുറയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ ഒരു ഒറ്റ ഫോട്ടോ എടുത്താൽ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റിയിലാണ് ഇപ്പോൾ ഈ ഫോട്ടോ ഉള്ളത്. നമുക്കതൊന്ന് മേർജ് ചെയ്യാം. അപ്പോൾ മേർജ് ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ റെസൊല്യൂഷനൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ നമുക്കൊന്ന് ചുമ്മാ നോക്കാം. കണ്ടോ, ഈ ഫോട്ടോ റെസൊല്യൂഷൻ കൂടിയിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഒന്നാക്കുന്നുണ്ട്, എല്ലാ ഫോട്ടോസിൻ്റെയും റെസൊല്യൂഷൻ കൂടി ഒരൊറ്റ ഫോട്ടോയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് പറയാം ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തതൊരു 16 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്നല്ല, അതിലും മെഗാ പിക്സൽ കൂടിയ ക്യാമറയിൽ നിന്ന് എടുത്ത പോലെ. അതുമാത്രമല്ല, ആദ്യം എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വൈഡായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാം. ആ ഫോട്ടോ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഞാനിത് പേഴ്സ്പെക്റ്റീവിൽ ഇട്ടിട്ടാണല്ലോ മേർജ് ചെയ്തത്. പേഴ്സ്പെക്റ്റീവ് അല്ലാണ്ട് സ്ഫെറിക്കലിട്ട് മേർജ് ചെയ്തൊരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സ്ഫെറിക്കലിട്ടിട്ട് മേർജ് ചെയ്ത ഫോട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ കണ്ടോ, ഒരു ഗോപ്രോൻ്റെ ആ ഒരു ഫീൽ പോലെ ബൾജായിട്ട് എന്നുള്ളൊരു ഫീൽ കിട്ടും. മറ്റേതാകുമ്പം കറക്റ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു പേഴ്സ്പെക്റ്റീവ് വ്യൂവിലായിരിക്കും ഫോട്ടോ ഉണ്ടാകും. നമുക്കിനി സാധാ പനോരമൻ്റെ കുറച്ച് ഫോട്ടോസ് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തത് ഒരു പനോരമയാണ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പാൻ ചെയ്യുന്നൊരു പനോരമ. ഇനി നമുക്ക് സ്ക്വയർ പനോരമ എടുത്തിട്ട് അതിന് നമുക്കൊരു ഫോട്ടോ ചെയ്യാം. അതായത് നമ്മൾ ഒരു വൈഡ് ആംഗിൾ ലെൻസ്, അതായത് ഒരു 10mm ലെൻസിലൊക്കെ ഫോട്ടോ എടുത്തതിന് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ നമുക്കൊരു സാധാ കിറ്റ് ലെൻസ് കൊണ്ട് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനൊരു 15 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് പാഞ്ചാലിമേട്ടിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇനി ഈ ഫോട്ടോ നമുക്ക് മേർജ് ചെയ്യാം. അത് 15 ഉള്ളതുകൊണ്ട് മേർജ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുക്കും, കാരണം ഇത്രയും കുറേ ഫോട്ടോസ് മേർജ് ചെയ്തെടുക്കണ്ടേ. നമുക്കൊരു ഫോട്ടോൻ്റെ സൈസ് നോക്കി അറിയാം. ഇതുണ്ടോ, 3072 × 4608 ആണ് ഒന്നിൻ്റെ സൈസ്. നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം പിടിച്ചൊന്ന് മേർജ് ചെയ്യാം.
ഇത് പേഴ്സ്പെക്റ്റീവ് മേർജാണ്. ഈ ഫോട്ടോക്ക് പേഴ്സ്പെക്റ്റീവ് മേർജ് ഒരു രസമില്ല. അപ്പോൾ നമുക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കാം. സിലിണ്ടറിക്കൽ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് സിലിണ്ടറിക്കലാക്കിയിട്ട് മേർജ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ ഫോട്ടോ മേർജ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് ക്രോപ്പൊക്കെ ചെയ്തൊന്ന് മിനുക്കിയെടുക്കാം. ഇപ്പം നിങ്ങളുണ്ട് ഈ ഫോട്ടോൻ്റെ സൈസ് നോക്കി 12,503, അതായത് 3,000 എന്നുള്ളതിന് 4 ഇരട്ടി എഫക്റ്റീവ് പിക്സൽസ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 16 മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്തതെങ്കിൽ അത് ഏകദേശം 60 മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്ത പോലെ. ഇനി നമുക്കൊന്നിത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ആ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു സാധാ കിക്ക് ലെൻസ് കൊണ്ട് എടുത്ത ഫോട്ടോ അല്ല, പക്ഷേ ഒരു ഗോപ്രോയിൽ എടുത്തൊരു ഫോട്ടോൻ്റെ ഒക്കെ ഫീൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് എടുത്തൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ക്വയർ പനോരമ. അപ്പോൾ ഇങ്ങനെയാണ് DSLR അധികം ആൾക്കാരും പനോരമ എടുക്കുന്നത്. ഞാനാദ്യം പനോരമ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്ത് ഞാൻ തന്നെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യലായിരുന്നു. അത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ ടെക്നിക്ക് ഈ ലൈറ്റ് റൂമിൽ ഈ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം അറിയാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കില്ല. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. വൈഡ് ആംഗിൾ ലെൻസിലിട്ട് എടുത്ത പോലെ ഫീലിട്ടുന്ന കുറച്ച് ഫോട്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ എങ്ങനെ ഈ ഫോട്ടോ മേർജ് ചെയ്യുന്നതെന്ന്. ഈ ടെക്നിക്ക് ഭയങ്കര സിമ്പിളാണ്, ആർക്കും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈലിൽ യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ ക്യാമറയിൽ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഒന്ന് ചേർന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് അധികം ചോദിക്കുന്നത് എന്തിന് ഇത്ര കുറേ ഫോട്ടോ എടുക്കുന്നത്. ലൈക്ക് ഇത്രയും കൂടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് മേർജ് ചെയ്യണമെങ്കിൽ മേർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എപ്പോഴും എടുത്ത് വെക്കുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ലെൻസ് വേണ്ടിയെടുത്ത വൈഡ് ആംഗിൾ ലെൻസ് തന്നെ വേണം. അതായത് ഇപ്പം മൂവിങ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കടലിലെ ഫോട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോട്ടോ എടുക്കാൻ ഇതിനെ കൊണ്ട് പറ്റത്തില്ല. കാരണം മേർജ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ എന്തായാലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മച്ച് അവൈറ്റഡ് ഇവൻറ്റിലേക്ക് കിടക്കാം. നമ്മുടെ ഗിവ് അവേൻ്റെ വിന്നർ ആൻസർ. നമ്മുടെ ഗിവ് അവേ കിട്ടിയത് ആർക്കാന്ന് പറഞ്ഞാൽ അപർണ എന്ന് പറഞ്ഞ ഒരാൾക്ക് കിട്ടിയത്. അവരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, അടുത്തൊരു ഗിവ് അവേ വരുന്നുണ്ട്. ഞാൻ ഈ ഗിവ് അവേൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്നോട് ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അടുത്തൊരു ഗിവ് അവേയും കൂടി ചെയ്യാൻ താല്പര്യമുണ്ടോ. ലൈക്ക് 1 മാസം എടുക്കും ആ ഗിവ്, അതായത് അവരുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലും പിന്നെ 2 പേർക്കും ഉപകാരപ്പെടുന്നൊരു ഗിവ് അവേ എന്നുള്ള രീതിയിൽ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് 2,000 റുപ്പീസിനല്ല, അതിൻ്റെ ഏകദേശം ഡബിൾ എമൗണ്ട് വരുന്ന ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ ഈ ഗിവ് അവേയിൽ കിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അടുത്ത ഗിവ് അവേ വരുന്നുണ്ട്, ഉടൻ വരും, 1 മാസത്തിനകം എങ്ങനെയാണ് വരും. അപ്പോൾ ആ ഗിവ് അവേയിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നന്നായി ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.